ഈ മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രി അൺഫിറ്റാക്കിയ പിറ്റേ മാസം മുതൽ നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ആശുപത്രി സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ട് അന്ന് മുതൽ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പ്രക്ഷോഭങ്ങളിലും സമരമാർഗങ്ങളിലൂടെ ഒന്നും പോകാത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിയമപരമായിട്ട് ജാമ്യം കിട്ടാത്ത വകുപ്പിലൂടെയുള്ള കേസുകളൊക്കെയാണ് ഇതിൽ. അപ്പോൾ നമുക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാരണത്താലും പ്രക്ഷോഭങ്ങൾ കൊണ്ട് പ്രത്യേക ഒരു ഗുണം ചെയ്യുന്നുള്ളൊരു വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടും നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടുക എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രക്ഷോഭങ്ങൾ അത്യാവശ്യമായി ഘട്ടത്തിൽ നമ്മൾ അതും ചെയ്യും. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിൻ്റെ മുന്നിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു ഫയൽ സമർപ്പിക്കുന്നുണ്ട്. അതിന് ഏതാനും പേപ്പറും കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിൻ്റെ തിരുവനന്തപുരത്ത് ഓഫീസ് നമുക്ക് കിട്ടാണ്ട് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഏത് വഴിയിലൂടെ മുന്നോട്ട് പോയിട്ട് ഈ മലപ്പുറത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ അവകാശം അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിന് ഈ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും പൂർണ്ണ സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും. നമ്മൾ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും ഇതിന് ബാധകമല്ല. നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ മലപ്പുറത്ത് പാവപ്പെട്ട നിസ്സരായ മനുഷ്യർക്ക് അവർക്ക് കിട്ടേണ്ട ചികിത്സാ സൗകര്യങ്ങൾ നമ്മൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ്. അപ്പം എല്ലാവരും പ്രത്യേകം ഇതിൽ നമുക്ക് എല്ലാവർക്കും എപ്പോൾ സമയം നിങ്ങളെ പിന്തുണ നമുക്ക് ഇതിൽ വളരെ ആവശ്യമാണ്. തുടർന്ന് ഇനിയും ഈ ആശുപത്രി നമ്മൾ ആദ്യം മുതൽ പറയുന്ന ആവശ്യം എന്താ വെച്ചാൽ നിലവിലെ അടച്ചിട്ട ആശുപത്രി ഒരു ദിവസം ആ ഡോക്ടർ തലേ ദിവസം രാവിലെ വന്നിട്ട് അൺഫിറ്റ് ആണെന്ന് എഴുതി അന്ന് മുതൽ ഈ ആശുപത്രി അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന ഒരൊറ്റ ആവശ്യമുള്ളൂ, അടഞ്ഞു കിടക്കുന്ന ആശുപത്രിയിലെ മുഴുവൻ സൗകര്യങ്ങളും ബദലായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതും ഈ പഴയ കെട്ടിടം ഫുള്ള് പൊളിച്ചു മാറ്റി പുതിയ അത്യാധുനിക രൂപത്തിലുള്ള കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു അത്യാധുനിക രീതിയിലുള്ള താലൂക്ക് ആശുപത്രി ഹെഡ്ക്വാർട്ടേഴ്സ് താലൂക്ക് ആശുപത്രി തുറക്കുക എന്നുള്ളതാണ്. ഇതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ വെച്ചാൽ ഈ താലൂക്ക് ആശുപത്രിൻ്റെ പൂർണ്ണ പരമാധികാരം എന്ന് പറഞ്ഞാൽ മലപ്പുറം നഗരസഭക്കാണ്. ഏത് നഗരസഭ സ്ഥലത്താണോ ഇതെന്നുള്ള ആ നഗരസഭക്കാണ്. മാത്രമല്ല അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള അധികാരം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റാഫ് നിയമനം, അതേപോലെ അവിടുത്തെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് നോക്കുക, പിന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ നോക്കുക, അതേമാതിരി ഫണ്ട് കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നഗരസഭയിൽ നിക്ഷിപ്തമാണത്. അപ്പോൾ ഒരു നഗരസഭൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നഗരസഭൻ്റെ 3 ചുമതലകളാണ് ഒരു നഗരസഭ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആ പ്രദേശത്തെ. അതെന്ന് വെച്ചാൽ 1 വിദ്യാഭ്യാസം, 2 ആരോഗ്യം, 3-മത്തേത് മാലിന്യം. ഈ ആരോഗ്യത്തിനുള്ള ഈ രണ്ടാമത്തെ പറഞ്ഞ ഈ ആരോഗ്യം എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നമുക്ക് ഏകമുള്ളൊരു ആശ്രയ കേന്ദ്രമാണ് ഈ താലൂക്ക് ആശുപത്രി. നിങ്ങൾ തൊട്ടടുത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഇതേപോലെ തന്നെയാണ് ഭരണസമിതി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്തംഭിതരായി പോകും. 11 ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ്, അത്യാധുനിക ട്രോമാ കെയർ ആക്സിഡൻറ്റ് യൂണിറ്റ്, ഇപ്പോൾ ഏറ്റവും പുതിയൊരു വലിയ അത്യാധുനിക ഒരു കെട്ടിടം, ഏറ്റവും പുതിയൊരു ട്രോമാ കെയർ ആക്സിഡൻറ്റ് യൂണിറ്റിൻ്റെ ഒരു പുതിയൊരു കെട്ടിടം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 120 ബെഡുകൾ, 5ഓളം ബോഡികൾ വെക്കാനുള്ള ഫ്രീസർ മോർച്ചറികൾ, ഇങ്ങനെ നല്ല അടിപൊളി കെട്ടിടം. ഇതൊക്കെ നമ്മളെ തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയായ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി താലൂക്ക് ആശുപത്രിൻ്റെ അവസ്ഥ. അത് മാത്രമല്ല കേരളത്തിലുടനീളം ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രി കേരളത്തിൽ ഉണ്ടായിരുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രി ആയിരുന്നു. വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രി. ഇന്ന് ആ താലൂക്ക് ആശുപത്രി വലിയ കെട്ടിടം പണിതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും വരെയുള്ള വലിയൊരു കെട്ടിടം നിലവിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നഗരസഭയ്ക്ക് ഏകദേശം 9,70,00,000 റുപ്യോളം നമ്മളെ പ്രധാനമന്ത്രിൻ്റെ ഫണ്ടിൽ വന്നിട്ട് 4.5 വർഷക്കാലമായിട്ട് ആ ഫണ്ട് നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും മലപ്പുറം ജില്ലാ കളക്ടർ അക്കൗണ്ടിൽ ആ ഫണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, ഈ അനാസ്ഥത മാറ്റി വെച്ചിട്ട് നമ്മളെ പാവപ്പെട്ട രോഗികൾക്ക് അത് ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 1 വർഷമായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിലായതുകൊണ്ട് മലപ്പുറം DMO, മലപ്പുറം മുനിസിപ്പൽ സെക്രട്ടറി, മലപ്പുറം മുനിസിപ്പൽ ചെയർമാന്, ജില്ലാ കളക്ടർ, ആശുപത്രി സൂപ്രണ്ട്, ഇങ്ങനെ കൊടുക്കാനുള്ള നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ കിട്ടാത്ത പല പേപ്പറുകളും നമ്മൾ പലവർക്കും നഗരസഭയെ സമീപിക്കുമ്പോൾ ചില പേപ്പറുകൾ സൂപ്രണ്ടിനെ സമീപിക്കുമ്പോൾ ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല പേപ്പറുകളും നമ്മൾ പല അതായത് NOC ഉൾപ്പെടെ പല പേപ്പറുകളും നമ്മളാണ് നേരിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളെ പരിമിതിക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ നിലവിൽ ഇത്ര മോശപ്പെട്ടൊരു താലൂക്ക് ആശുപത്രി ഇല്ല. മാത്രമല്ല ഫണ്ട് റെഡിയായി വന്നിട്ട് പോലും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് തുടങ്ങാൻ കഴിയണില്ല. എന്നാൽ നിലവിലുണ്ടായിരുന്ന ഒരു ആശുപത്രിയിലെ ഒരു സൂപ്രണ്ട്, അയാൾക്ക് കുറേ സ്വാർത്ഥ താല്പര്യങ്ങളുള്ളതുകൊണ്ട് അയാൾ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഈ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് എഴുതി അത് അൺഫിറ്റ് ആക്കിയിട്ട് അയാൾ പോയി. അയാളിന്ന് സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ചു പോയി. അപ്പോൾ ഇത്തരം നിരുത്തരപരമായ ഒരു കാര്യത്തിൽ ഈ മലപ്പുറത്തെ ജനത കൊടുക്കേണ്ട വില, വലിയൊരു വില കൊടുക്കേണ്ടി വന്ന്. നമ്മൾ മലപ്പുറത്തെ ഹെഡ് ക്വാർട്ടേഴ്സില്ല, നമ്മളിവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ, ഒരു ആക്സിഡൻറ്റ് നടന്നാൽ, ഒരു കോവിഡിനെ പോലെ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ, ഇന്ന് നിലവിലെ നമ്മളെ മനുഷ്യർക്ക് കിടക്കാൻ ആകെ ഈ താലൂക്ക് ആശുപത്രിയിൽ 30 ബെഡാണ്. ആ 30 ബെഡിലും അവിടുത്തെ സർജറി ചെയ്യുന്ന കേസുകൾ മാത്രം അല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു കേസ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ തിയേറ്ററിനെ തീപിടുത്തത്തിൽ നശിച്ചിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. അതിൻ്റെ വർക്ക് പോലും പൂർത്തീകരിച്ചൊരു തിയേറ്റർ അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. പകരം അവിടുത്തെ സൂപ്രണ്ട് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് കണ്ണിന് നടക്കുന്ന സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ മാറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു നഗരസഭയിലാണെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മളെ നാട്ടിൽ മാത്രം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും എന്താ അതിലെ ആവേശം ഇത്ര മുന്നോട്ട് വരാത്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾ ആരൊക്കെ വന്നാലും നമുക്ക് പൂർണ്ണ സംതൃപ്തിയുള്ളൂ. നമ്മളെ ആവശ്യം ഒറ്റ ഒന്നേ ഉള്ളൂ, ഈ സ്ഥാപനം പൂർണ്ണ സജ്ജമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത്. അത് മാത്രമാണ് പക്ഷേ അതിന് ഇനി ആരൊക്കെ വന്നാലും നമുക്ക് അതിൻ്റെ ഇമേജും പ്രസൻറ്റും വേണ്ട. ആര് വന്നാലും നമുക്ക് 100 വട്ടം സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോഴും നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഓരോ പണികളും ഇതിൻ്റെ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയകൾ നമ്മളോട് ചോദിച്ചപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം അതാണ്. നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിങ്ങൾക്ക് നോക്കിയാറാ ഇത്ര മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ആശുപത്രി ഇല്ല. നമുക്കിവിടെ എല്ലാ പാർട്ടിക്കാരുണ്ട്, ഭരണമുണ്ട്, പ്രതിപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെ നാട്ടിൽ എന്താണ് ഈ ഒരു അവസ്ഥ വന്നതെന്നുള്ള നമ്മൾ ചിന്തിക്കണം. നന്മ നിറഞ്ഞ മലപ്പുറം എന്നാണ് നമ്മളെക്കുറിച്ച് കേരളത്തിൽ പറയല്. ആ നന്മ നിറഞ്ഞ മലപ്പുറത്തിൽ നമ്മളെ നാട്ടിൽ ഒരു ദിവസം ഒ പിയിൽ 800-900, അതായത് ഒരു മാസം 29,000 ആള് ആ ഹോസ്പിറ്റലിന് ഡോക്ടർമാരെ കാണാൻ ഒ പിയിൽ വരുന്നുണ്ട്. ഏകദേശം അതേപോലെ തന്നെ 18,000 ആളുകൾ ഒരു ദിവസം 60 ആൾ വെച്ചിട്ട് അവിടെ അഡ്മിറ്റ് ആകുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് ഉള്ള അവസ്ഥ ഇതാണ്. ഒരാൾക്ക് പോലും പുതിയ അഡ്മിഷൻ കൊടുക്കാൻ കഴിയണില്ല. അതേപോലെ തന്നെ ഒരു പ്രസവം നടന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മനെ മഞ്ചേരിക്കും കുട്ടീനെ പെരിന്തൽമണ്ണൊക്കെ കൊണ്ടുപോകുക. കാരണം NICU നമ്മളെടുത്തില്ല, ബ്ലഡ് ബാങ്ക് നമ്മളെടുത്തില്ല, ട്രോമാ കെയർ ആക്സിഡന്റ് യൂണിറ്റ് നമ്മളെടുത്തില്ല. നിലവിലുള്ള ഒരു സൗകര്യങ്ങളും നമ്മളെ കയ്യിലില്ല. ഉള്ള സൗകര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു, ഇല്ലാതായിപ്പോയി ചെയ്തു. 116 ബെഡ് ഉണ്ടായിരുന്ന ആശുപത്രിയിൽ വെറും 30 ബെഡ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതിദയനീയമാണ്. കേരളത്തിൽ ഏത് ജില്ലകളിലാണെങ്കിലും ഒരിക്കലും ഇത് സംഭവിക്കില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ പിടിച്ചു വാങ്ങും. നമ്മൾക്ക് എല്ലാം റെഡി ആയിട്ടും ഫണ്ട് വരെ നമ്മളെ കലക്ടർ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും പരിശോധിച്ചാൽ അറിയാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിയുന്നില്ല, പേപ്പറുകൾ നീക്കാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ, രേഖാമൂലം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണില്ല. നീ NOC കൊടുത്തു, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ കൊടുത്ത സ്ഥിതിക്ക് അവിടെ ഇപ്പം നിലവിലുള്ള കെട്ടിടം പൊളിച്ച് പണി തുടങ്ങാൻ നമുക്ക് കഴിയണില്ല. ഇതിൻ്റെ മുന്നേ പല HMCകൾ, ഇന്നൊരു HMC കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതിൽ തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞു. നമ്മളതിൽ വ്യക്തിപരമായി വിശ്വസിക്കണില്ല, തീരുമാനം നടപ്പാവുമ്പോൾ വിശ്വസിക്കുള്ളൂ. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ HMCകൾ കഴിഞ്ഞു. ഈ HMCൻ്റെ മെമ്പർമാരെയും ഇവിടെ അധികാരികളെയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ അടുത്ത ആഴ്ച പിറ്റത്തെ മാസം നമ്മളോട് പറഞ്ഞതാ. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം. ഇതിൻ്റെ മുമ്പ് ഒരു HMC തീരുമാനിച്ച അബ്ദുറഹ്മാൻ സ്മാരക ഇതും കിളിയമണി അവിടെ IP കിളിയമണിൽ ഓഡിറ്റോറിയത്തിൽ OP ഒക്കെ അറേഞ്ച് ചെയ്ത് കണ്ടൊരു തീരുമാനം. അത് കഴിഞ്ഞിട്ട് ടൗൺ ഹാൾക്ക് മാറ്റിയിട്ട് അവിടെ ഒരു തീരുമാനം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഏരിയയിൽ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ OP നടക്കുന്ന ഏരിയയിൽ IP ആക്കാൻ, അവിടെ വർക്ക് എടുത്ത് പാർട്ടാക്കിയിട്ട് IP ആക്കാന്നുള്ള തീരുമാനം. ഇങ്ങനെ ഒരുപാട് HMCകൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ നാളെ നമ്മളെ സമൂഹത്തിനോട് തന്നെ മറുപടി പറയേണ്ടി വരും ഇതിന്. കാരണം ഇത്ര പരമായിട്ട് ഇതുവരെ ഒരു സംഗതി കേരളത്തിൽ ഏത് ജില്ലയിലെ താലൂക്ക് ആശുപത്രികൾ, നമ്മളെ നാട്ടിലെ PHCകൾ വരെ നോക്കിക്കോളി, അത്ര പോലും ഇല്ലാത്തൊരു ഡിസ്പെൻസറിൻ്റെ സൗകര്യം പോലും ഇല്ലാതെയാണ് നമ്മളെ താലൂക്ക് ആശുപത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ വേറെ ലക്ഷ്യമൊന്നുമില്ല. പാവപ്പെട്ട ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രയാസം എന്താ അറിയോ, ആ മനുഷ്യൻ രോഗിയാകുക എന്നുള്ളതാണ്. ആ രോഗിക്ക് പണമില്ലാത്തവനും പണമുള്ളവനും ഇല്ലാത്തവനൊക്കെ ചികിത്സ കൊടുക്കൽ നമ്മളെ അധികാരികളുടെ അവകാശമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് ചികിത്സിക്കാനേ നമ്മളെ മലപ്പുറത്തൊരു സെൻറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ എന്താണ് പറയാനുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏതറ്റം വരെ പോരാടും. ഈ സ്ഥാപനം മലപ്പുറത്ത് തല ഉയർത്തി നിൽക്കുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം തുടരും. ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടും ഒരു വർഷം കൊണ്ടും തീരൂല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം 28,700 OP
നമ്മളെ താലൂക്ക് ആശുപത്രി ഉള്ളത്. അതായത് ഒരു ദിവസം ഏകദേശം 1000 ആളുകൾ അവിടെ പരിശോധനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ദിവസം ഏകദേശം 60 അഡ്മിറ്റ് വരുന്നുണ്ട്. ഈ 1000 ആളുകൾ ഒരു താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ഒരു 60 ആളുകൾ അഡ്മിറ്റും വരിക. നിലവിൽ അവിടെയുള്ള എല്ലാ സർജറി ഒക്കെ കഴിഞ്ഞ് എല്ലാ ബെഡും കൂട്ടി കഴിഞ്ഞാൽ 30 വെറും ബെഡുകളാണ് അവിടെ ഉള്ളത്. ആ 30 ബെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 30 ബെഡ് ഈ വരുന്ന ഒരു ദിവസം ഈ ഒരു മാസം വരുന്ന 28,700 രോഗികളിൽ 60 പേഷ്യൻ്റ് ഒരു ദിവസം അഡ്മിറ്റ് ആവും. ഈ 60 പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ ആകെ 30 ബെഡാണുള്ളത്. ഒരു ദിവസത്തെ പകുതി പേഷ്യൻറ്റിന് കിടക്കാൻ അവിടെ സ്ഥലമില്ല. ഇതാണ് ഇന്ന് നമ്മുടെ നിലവിലെ അവസ്ഥ. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മലപ്പുറത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മലപ്പുറത്ത് സമ്പന്നരും അതിസമ്പന്നരും എന്നല്ല കൂടുതൽ, വളരെ അന്നന്നത്തെ പണിക്ക് പോയി സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. പണക്കാരുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അന്നത്തെ പണിയെടുത്ത് ഡ്രൈവർമാരും കൂലിപ്പണിക്ക് പോണവരും ഓരോ കടകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ കൂടിയിട്ടുള്ള ആളുകളാണ്. ഈ സ്ഥാനത്ത് നമ്മളൊരു കുട്ടിക്ക് ഒരു പനി വന്നാൽ, ഒരു വൈറൽ ഫീവർ പനി വന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്ത് ആ കുട്ടി ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കോഴ്സിന് അവിടെ അഡ്മിറ്റ് ആകണമെന്ന് അറിയാം, അല്ലെ 5 ദിവസം. ഈ 5 ദിവസം ആൻറ്റിബയോട്ടിക് കോഴ്സ് കൊടുത്ത് അഡ്മിറ്റായി ആ വാപ്പാൻ്റെ കുട്ടി പുറത്തിറങ്ങുമ്പോൾ ആ വാപ്പാക്ക് ബില്ലെത്രാവുന്ന നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയതും 7,000-ൻ്റെയും 10,000-ൻ്റെ ഉള്ളിൽ വരും. ഒരു ആവറേജ് 8,000 റുപ്യെങ്കിലും വരും. അതില്ലാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് ചുരുങ്ങിയതാണ്. 10 ആകാം, 12 ആകാം, 14 ആകാം. ഏറ്റവും കണ്ണുചോരുള്ള ബില്ലിട്ടാൽ തന്നെ അത് 7,500, 8,000 റുപ്യ വരും. നേരെ മറിച്ച് നമ്മളെ താലൂക്ക് ആശുപത്രി നിലവിൽ പ്രവർത്തനം ഉണ്ടെന്നുണ്ടെങ്കിൽ 10 റുപ്യൻ്റെ OP ടിക്കറ്റ് ഇട്ട് അവിടെ അഡ്മിറ്റായി കഴിഞ്ഞാൽ അയാൾ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നിന്നാലും ആ മനുഷ്യന് ചിലവ് വരെ 100, 600, മാക്സിമം 1,000 റുപ്യ. അത് സ്വന്തം ചിലവുകൾ മാത്രം. എല്ലാ സംഗതി സൗജന്യം. ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും കഴിവുള്ള ഡോക്ടേഴ്സ്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നല്ല മെഡിസിനാണ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിലെ കേരളത്തിലുടനീളം അങ്ങനെ തന്നെയാണ്. അത്തരം ഒരു സാഹചര്യമാണ് നമുക്ക് ഇല്ലാതായി പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ സാഹചര്യം നമുക്ക് എന്തുകൊണ്ട് ഇല്ലാതായി നമ്മൾ ചിന്തിക്കണം. ഈ സാഹചര്യം നമുക്കില്ലാതായി പോയത് നമ്മളെ നാട്ടിൽ നമുക്ക് ഈ ആനുകൂല്യം, ഈ കിട്ടാനുള്ള അവകാശങ്ങൾ വാങ്ങിത്തരാനുള്ളവരുടെ അനാസ്ഥത കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഈ കൊടുങ്കാര്യസ്ഥത കൊണ്ടല്ലാതെ നിങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഒരൊറ്റ ഡിസ്ട്രിക്റ്റിലും ഇതുപോലുള്ള ഒരു ആശുപത്രി നിങ്ങൾക്ക് ഒരിക്കലും PHC പോലും, ഡിസ്പെൻസറി പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ സൂപ്രണ്ടന്മാരോടൊക്കെ ചോദിച്ചാൽ 2020 ഫയലൊക്കെയാണ് നിലവിലുള്ള ഇപ്പോഴത്തെ സൂപ്രണ്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഏത് ഇപ്പോൾ തിരൂരങ്ങാടി പോലുള്ള ഏത് താലൂക്ക് ആശുപത്രികൾ പോയാൽ അവിടുത്തെ ജനപ്രതിനിധി നിരന്തരം ഈ ഹോസ്പിറ്റലിൽ വന്നു പോയി നിരന്തരം സമ്പർക്കം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾ തന്നെ നോക്കണം. നമുക്കിതിൽ എന്താ വെച്ചാൽ കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതം ഒന്നുമില്ല. നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പിന്നെ ഉള്ള ഈ പാവപ്പെട്ട മനുഷ്യരാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അസുഖം വരുമ്പോൾ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി, നല്ല മരുന്ന് കിട്ടി, അവർക്ക് അവരുടെ ചെലവിൽ ഒതുങ്ങി അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളെയും ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളെയും, നമ്മുടെ നാട്ടിലെ മലപ്പുറത്തുള്ള മുഴുവൻ ആളുകളെയും കടമയാണ്, കർത്തവ്യമാണ്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ടവർ നിഷ്ക്രിയത്വം അനാസ്ഥതയും കാണിക്കുമ്പോൾ അതിന് പ്രതികരിക്കുക എന്നുള്ള നമ്മളെ ദൈവികമായൊരു കടമയും കൂടിയാണ്. അപ്പോൾ അത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഓരോ ദിവസത്തെ എല്ലാ കണക്കുകളും എല്ലാ പേപ്പേഴ്സുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വിശദീകരിച്ചാൽ തീരുന്ന കേസല്ല. ഇതാണ് വർഷങ്ങളായിട്ട് ഇതിൻ്റെ അവസ്ഥ. ഇത് ഒരു ദിവസം ഒരു ഡോക്ടർ അയാളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തിങ്കളാഴ്ച ദിവസം നേരം വെളുത്തപ്പോൾ ഒരു ഹോസ്പിറ്റൽ അൺഫിറ്റാണ് റിപ്പോർട്ട് കൊടുക്കണം, അടച്ചിടണം. ആ അടച്ചിട്ടതിൻ്റെ ശേഷം ഒരു ആശുപത്രി അടച്ചിടുമ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. ആദ്യ പ്രൊസീജിയർ എന്താ വെച്ചാൽ മുഴുവൻ രോഗികളെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിലവിലുള്ള തിയേറ്റർ എമർജൻസി തിയേറ്റർ അടക്കം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ പ്രവർത്തന സജ്ജമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, അടച്ചിടേണ്ടത്. അതിന് പകരം നമ്മൾ ചെയ്തെന്താ, തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഇതാണ് പൂട്ടിയിട്ടു, ബാക്കി കാര്യങ്ങളൊക്കെ കട്ടപ്പുറത്ത് കയറ്റി നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം തലം തിരിഞ്ഞ പരിപാടികളാണ് ഇതിൽ ഉടനീളം നടന്നത്. വേണ്ടപ്പെട്ടവരെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ പേപ്പർ അവിടെ എത്തിയിട്ടുണ്ട്, ഈ പേപ്പർ ഇവിടെ ഓഫീസിലുണ്ട്, അവിടെ ചീഫ് സെക്രട്ടറിൻ്റെ അടുത്തുണ്ട്, ഇവിടെ ടേബിൾ മേലാന്ന് പറയാന്നല്ലാതെ ഇത് അന്തിമമായിട്ട് ഇതിന് ഇന്നും ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാനുള്ള ഓർഡർ പോലും ഇതുവരെ ആയിട്ടില്ല, പണി തുടങ്ങാനുള്ള. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മലപ്പുറം നല്ലൊരു ജില്ല, മലപ്പുറം മുനിസിപ്പാലിറ്റി മാത്രമല്ല, 14 ജില്ലകളിൽ അനേകം മുനിസിപ്പാലിറ്റികളുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന കാര്യം എന്തുകൊണ്ട് മലപ്പുറം നഗരസഭയിൽ നടക്കണില്ല എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനാര് മുന്നോട്ട് വന്നാലും, ഭരണസമിതി മുന്നോട്ട് വന്നാലും, പ്രതിപക്ഷം മുന്നോട്ട് വന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നാലും കൂടെ നമ്മളും കൂടിക്കൊടുത്തിട്ട്
നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഈ സ്ഥാപനം മലപ്പുറത്ത് തലയുയർത്തി നിന്ന് നമ്മൾ ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ ആയി വരട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ്. ആകുന്നത് വരെ നമ്മൾ ഈ രംഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.